പിന്നീട് ബ്രഹ്മാവിന്റെ ലോകത്തിൽ എത്തിച്ചേരുന്നതാണ്. എന്നിട്ട് ബ്രഹ്മാവിന്റെ ലോകത്തിലോ എത്ര ശോകോന്ന ജരാന മൃത്യോന ആർത്തിന്ന ചോദ്ധ്യേകൃതേ കുദസ്യൽ യച്ചിത്തദോദക്രഭയാനിതം വിധം ദുരന്ത ദുഃഖ പ്രഭയാനുദർശനാൽ. അപ്പൊ അങ്ങനെയൊക്കെ ലോകങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഏതെങ്കിലുമൊക്കെ ലോകങ്ങളായിരിക്കാം. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇവിടെ തന്നെ ഒരുപാട് ലോകങ്ങളുണ്ട് എന്ന്. ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ലോകങ്ങൾ ഉണ്ടായിരിക്കാം. ഏതായാലും ബ്രഹ്മലോകത്തിൽ ചെന്ന് പിന്നീട് അവിടെ നിന്ന് തന്റെ മനസ്സിനെ പരിപൂർണമായി ആ ബ്രഹ്മാവിന്റെ കൂടെ പ്രളയത്തിൽ ബ്രഹ്മാവിനോട് ചേർത്ത് പ്രളയത്തിൽ ഭഗവാനോട് ചേരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ലോകങ്ങളുണ്ടെങ്കിലും പരീക്ഷത്ത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത് ഇതിനേക്കാളൊക്കെ എളുപ്പമായ മാർഗം എന്താണെന്നറിയോ? 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് ഭ്രമിക്കരുത്. എന്താ എളുപ്പമായൊരു മാർഗം പരീക്ഷത്തെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ? നഹ്യതോ അന്യശിവപ്പന്താം വിശദാ സംസദാ വിഹാം വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യദോ ഭവിൽ ന ഹി അതോ അന്യശിവപ്പന്ത. ഇതിനേക്കാൾ എളുപ്പമായ മാർഗം പരീക്ഷത്തെ എനിക്കറിയില്ല. സോ ഈസി വേ ആണ്, എളുപ്പമാണ്. പന്ത എന്ന് പറഞ്ഞാൽ വഴി, എളുപ്പമായ പന്താവാണ്. ഇതാണ് എളുപ്പം. സംസുതോഹ, അങ്ങയുടെ മനസ്സിന്റെ എല്ലാവിധത്തിലുള്ള ലൗകിക ചിന്തകളും മാറ്റി നിർത്തിയിട്ട് ഏത് പ്രശ്നങ്ങൾ മനസ്സിൽ വന്നാലും ആ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ എളുപ്പമായ മാർഗം വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യദോ ഭവിൽ. എന്താ മാർഗം? മനസ്സിനെ ആരിലേക്ക് തിരിക്കണം? നേരത്തെ പറഞ്ഞു, വാസുദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. തുടക്കത്തിൽ മനസ്സിനെ ആ തത്വത്തിലേക്ക് ഉയർത്താൻ പ്രയാസമുണ്ടെങ്കിൽ ഏതെങ്കിലും പരീക്ഷത്തിന് രൂപം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ആദ്യം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്ത് അനുഭവങ്ങളും വരുമ്പോഴും ഉടനെ മനസ്സ് പറയണം അത് ഭഗവാന്റെ പ്രസാദമാണ്. ഇതിന് ഞാൻ എന്തിന് പ്രതിഷേധിക്കണം? എന്തിന് പ്രതികാരം കാണിക്കണം? ഇത് ഭഗവാന്റെ പ്രസാദമാണ്. എന്തിന് ഭഗവാൻ എനിക്ക് പ്രസാദം തന്നു? എന്തിന് പ്രസാദം തന്നു ഭഗവാൻ? എന്തിന് ഈ അനുഭവം എനിക്ക് തന്നു? ഇത് വാസ്തവത്തിൽ ഭഗവാനും അല്ല തന്നത്, ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രതിഷേധിച്ചതുകൊണ്ടോ പ്രതികാരം കാണിച്ചതുകൊണ്ടോ കാര്യമൊന്നുമില്ല. ഇത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടതാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മമാണ്. അത് താൻ തന്നെ അനുഭവിക്കണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഭഗവത് പ്രസാദമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് ആ ഭഗവാനിൽ കുറച്ചു നേരം മനസ്സിനെ ഉറപ്പിക്കാൻ ഭഗവാൻ ബ്രഹ്മകാസ്നേന ത്രീയന്യക്ഷേമനീഷയാം തദദ്യവസ്ഥൽ കൂടസ്ഥോ രതിരാത്മൻ യദോ ഭവൽ. ബ്രഹ്മാവ് അന്വേക്ഷമനീഷയ 3 വേദങ്ങളും എടുത്തു പരിശോധിച്ചു എന്നാണ്. 3 വട്ടം ഈ ലോകം മുഴുവൻ പരിശോധിച്ചു, വേദങ്ങളെ മുഴുവൻ പരിശോധിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായത് എളുപ്പം മനസ്സിനെ ഉയർത്താൻ എളുപ്പമായ മാർഗം കൂടസ്ഥോ രതിം. ആരോട് രതി കാണിക്കലാണ്? രതി എന്ന് പറഞ്ഞാൽ പ്രേമം. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ ധാരാസ്വാമി കൂടസ്ഥൻ. കൂടസ്ഥൻ എന്നുള്ള ശബ്ദം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഗീതയിലേക്ക് പോകണം. അവിടെ ഭഗവാൻ പറയും കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് കൂടസ്ഥൻ. അതെങ്ങനെ ഈ ശബ്ദം വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് സാധനങ്ങൾ ചൂടാക്കിക്കൊണ്ട് ആയുധങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇരുമ്പ് കൊണ്ട്. ആ ഉണ്ടാക്കുന്നത് ഒരു ഇരുമ്പ് പലകയിൽ വെച്ചിട്ടാണ് അടിക്കുക. അടിക്കാൻ ഉപയോഗിക്കുന്നതും ഇരുമ്പാണ്, അടിക്കുന്നതും ഇരുമ്പാണ്, അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനവും ഇരുമ്പാണ്. അയാളുടെ കൈയും ഏറെക്കുറെ അടിച്ചടിച്ച് ഇരുമ്പായിട്ടുണ്ടാവും. അങ്ങനെ അടിച്ച് അതിനെ പാകപ്പെടുത്തി ആയുധങ്ങളാക്കുമ്പോഴും ആ കൂടം അത് മാറ്റം വരില്ല. അങ്ങനെ മാറ്റം വരാത്തൊരു കൂടത്തിലിരുന്നു കൊണ്ടാണ് വസ്തുക്കൾക്ക് മാറ്റം വരുത്തുന്നത് അദ്ദേഹം. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മാറ്റം വരാത്ത ഒരു ശക്തിയിലാണ് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത്. ശരീരമാകുന്ന ഇരുമ്പ് മാറുന്നുണ്ട്, പക്ഷെ ഏത് മാറുന്നില്ല? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം മാറുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധ വെച്ചാൽ മതി. ശ്വാസം അകത്തേക്ക് വരുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു, ഇല്ലേ? പക്ഷെ ഉള്ളിലിരിക്കുന്ന ജീവൻ അകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ തന്നെ നമുക്ക് ഉറപ്പാണ് ഈ ശരീരത്തിന് മാറ്റം സംഭവിക്കുമ്പോഴും ഉള്ളിലുള്ള ശക്തിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നു. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു?
കൂടസ്ഥൻ. കൂടസ്ഥോക്ഷരമുച്യതേ. 15-ാം അധ്യായം. ത്യാഗിമോ പുരുഷോ ലോകേ ചരക്ഷാക്ഷര ഏവ ച ചരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഗീതയിൽ 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, കൂടസ്ഥനായിരിക്കുന്ന ഭഗവാൻ. അപ്രകാരം അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ, പ്രേമത്തോടെ മനസ്സിനെ തിരിക്കാൻ സാധിച്ചാൽ, ഇതിനേക്കാൾ നല്ല വഴി വേറെ ഇല്ലല്ലോ പരീക്ഷത്തെ. ഇത് ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഭഗവാൻ സർവേഷു ഭൂതേഷു ലക്ഷിത സ്വാത്മനാഹരി ദൃശ്യൈ ബുദ്ധ്യാദിവിർദ്രഷ്ട ലക്ഷണൈ അനുമാപകൈ. ഭഗവാൻ സർവേഷു ഭൂതേഷു, സർവഭൂതേഷു ഭൂതങ്ങളിലും സ്വ ആത്മനാഹരി. എത്ര വ്യക്തമാണ്! എല്ലാവരുടെയും ആത്മാവ് തന്നെയാണ് ഹരി. ദൃശ്യേ ബുദ്ധ്യാദിവിർദ്രഷ്ട. ആ ദ്രഷ്ടാവുള്ളത് കൊണ്ടാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ നമ്മളിൽ ഒരു ദ്രഷ്ടാവുണ്ട്. ആ ദ്രഷ്ടാവിനെ തന്നെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ചൈതന്യം, അത് തന്നെയാണ് കൂടസ്ഥൻ, അത് തന്നെയാണ് ഹരി. ആ ദ്രഷ്ടാവില്ലെങ്കിൽ ദൃശ്യങ്ങളൊന്നും ഇല്ല. നമ്മളുണ്ടല്ലോ ഇതൊന്നും അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നില്ല. നമ്മളെ കുട്ടിക്കാലത്തെ ജീവിതം തന്നെ അങ്ങനെയാണ്. നമ്മൾ ജനിച്ച ഉടനെ തന്നെ ഉണ്ടല്ലോ കണ്ണു തുറന്ന് ലോകം കാണാൻ തുടങ്ങിയവരാണ്, ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങിയവരാണ്. അന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്ന്. അതിനപ്പുറമൊന്നും നമ്മൾ അങ്ങനെ ചിന്തനം ചെയ്തിട്ടില്ല. ആരും പറഞ്ഞു തരാനുമില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ, കണ്ണെന്ന് പറയുന്ന ഉപകരണത്തിലൂടെ ഞാൻ നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾ ആരാണ്, ആണാണ്, പെണ്ണാണ്, നിങ്ങളുടെ പേരെന്താണ്, ഇതൊക്കെ ഞാൻ ധരിക്കുന്നത് കണ്ണുകൊണ്ടാണോ? നിങ്ങളെ ശരിക്കും ഞാൻ ഗ്രഹിക്കുന്നത് കണ്ണുകൊണ്ടാണോ? ഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇനി എൻ്റെ മനസ്സ് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കണ്ണ് തുറന്നാലും എനിക്ക് കാണാൻ പറ്റുമോ? ഉറങ്ങുന്ന വ്യക്തിയുടെ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് 2 ഡയലോഗ് അടിച്ചാൽ അയാൾ നിങ്ങളെ കാണുമോ? ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രോഗിയൊന്നും കാണുന്നില്ലല്ലോ, പൂർണ്ണ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോ മനസ്സിന്റെ പ്രവർത്തനമില്ലെങ്കിൽ കണ്ണിനൊന്നും കാണാൻ സാധ്യല്ല. അപ്പൊ ശരിക്കും കാണുന്നത് ആരാണ്? ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, സംശയമില്ലാത്ത കാര്യം. എന്നാൽ ഞാനിവിടെ ഇരിക്കുന്നു, ഞാനൊരാണാണ്, പറയുന്നത് ഭാഗവതമാണ്. ഇതൊക്കെ നിങ്ങളുടെ കണ്ണുകൊണ്ടാണോ ഗ്രഹിക്കുന്നത്? ആണോ? മനസ്സുകൊണ്ടാണ്. സംശയമില്ലല്ലോ. ഇനി ആ മനസ്സുകൊണ്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനം ശരീരത്തിലില്ലെങ്കിൽ കണ്ണിന് കാണാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിന്റെ പ്രവർത്തനമില്ലെങ്കിൽ കണ്ണിനൊന്നും കാണും. അപ്പൊ ശരിക്കും കാണുന്നത് ആരാണ്? മനസ്സാണ്. ഇനി ഒരു പടി കൂടി പുറകോട്ട് പോവാൻ. ആ മനസ്സ് ഉണരാത്തോടത്തോളം കാലം ആ മനസ്സിനൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ശരിക്കും മനസ്സിനെ ഉണർത്തുന്നത് ആരാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. അപ്പൊ മനസ്സിനെ പോലും പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണെങ്കിൽ ശരിക്കും നമ്മളെ കാണിക്കാൻ, ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ അനുഗ്രഹിക്കുന്നത് ആരാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്നു ദ്രഷ്ട. ഭാഗവതത്തിൽ ആവർത്തിച്ചു വരുന്നൊരു വാക്കാണ് ദ്രഷ്ട. കാണാം, കൂടുതൽ നിങ്ങൾക്ക് കാണാം. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത, ഒരു അക്ഷരവും പഠിക്കാത്ത ഗോപികമാര് കൃഷ്ണനോടുള്ള ഒരു സംയോഗം കൊണ്ട് മാത്രം കൃഷ്ണനിൽ നിന്ന് ആത്മതത്വം മനസ്സിലാക്കിക്കൊണ്ട് അവര് പറയുന്നു, ഇത് നകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഗനസാർത്തിദോ വിശ്വഗുപ്തയേ സഗവുദേവൻ സത്വതം കുലേ നകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. കേവലം നന്ദഗോപരുടെയും യശോദാദേവിയുടെയും പുത്രനല്ല, എല്ലാവരുടെയും അന്തരാത്മാവാണ്. ആവർത്തിക്കും ഈ വാക്ക്. ഈ വീണ്ടും 4-ാമത്തെ സ്കന്ധത്തിൽ നിങ്ങൾക്ക് കാണാം, അഹം ബ്രഹ്മാശ സർവശ്ച ജഗതകാരണം പരം ആത്മേശ്വര ഉപദൃഷ്ട സ്വയം ദൃക് അവിശേഷണ. സ്വയം ദൃഷ്ട, എല്ലാം ഉള്ളിലിരുന്ന് കാണുന്നവനാണ്, സാക്ഷി എന്ന് പറയും. വീണ്ടും ഭാഗവതത്തിൽ 81-ാം അധ്യായത്തിൽ കുചേലോപാഖ്യാനത്തിൽ പറയും, സർവഭൂത ആത്മദൃക് സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയെന്നായോ ശ്രീകാമോ മാവതൽപുര. ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളിലൂടെ നമ്മൾ നോക്കുമുണ്ടല്ലോ, ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ദൃക്കായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയും ചെയ്തു, വളരെ ലളിതമായി നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നില്ലേ,
അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ്. കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. എവിടെയാണ് ഭഗവാനെ കൊണ്ടെത്തിക്കുന്നത്? കണ്ണിന് മുമ്പിലുള്ളതല്ല. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കും. സൂര്യൻ തുടങ്ങിയതിനൊക്കെ വെളിവ് അതവിടെ നിൽക്കുന്നു, അത് പ്രകാശം തരുന്നു എന്ന് ഗ്രഹിക്കുന്ന കണ്ണ്. ആ കണ്ണിനത് കാണിച്ചു കൊടുക്കുന്നത് കണ്ണിന്നു കണ്ണു മനം. ആരാ? മനസ്സാ. ഇനി അവിടെയും നിൽക്കരുത്. ആ കണ്ണാകുന്ന മനസ്സിന് മനസ്സാകുന്ന കണ്ണിന്നു കണ്ണും അതാരാണ്? ഞാനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. എത്തിക്കുന്നത് എവിടെയാണ്? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്കാണ്. ഇവിടെ തന്നെയാണ് ഭഗവാൻ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയുള്ള ആ ഭഗവാനിലേക്ക് മനസ്സിനെ ശ്രദ്ധ കൊണ്ടുവരണം. അതിപ്പോൾ നമുക്ക് പലർക്കും തോന്നാത്തതിന് കാരണം നമ്മുടെ മനസ്സത് പാകപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് സാധ്യമല്ല. എല്ലാവർക്കും അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. അർജുനനോട് പറഞ്ഞതുപോലെ തുടക്കത്തിൽ അർജുന, നിനക്ക് തത്വത്തെ ഗ്രഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഡോണ്ട് ലീവ് ഇറ്റ്. നീ ഇവിടെ വെച്ച് വിടരുത്. നീ ക്രമേണ ക്രമേണ അതിനുള്ള അഭ്യാസം കൈവരിക്കണം. പരീക്ഷത്തിന് നേരെ തത്വമല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, ആണോ? തത്വത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ പറഞ്ഞത്? പുരുഷസ്യ രൂപം ധാരേ എന്നാണ്, അല്ലേ? ഒരു രൂപത്തിൽ തുടങ്ങിക്കോളൂ എന്നാണ്. അപ്പൊ ആരും അങ്ങനെ പെർഫെക്റ്റ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളും ദൗർബല്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, പരിശ്രമിച്ചാൽ, അഭ്യാസം ചെയ്താൽ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള കഴിവും ശക്തിയും എവിടെയുണ്ട്? നമ്മുടെ മനസ്സിനുണ്ട്. ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. ഏതൊരു വ്യക്തിക്കും ആ ശക്തി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് അതിലേക്ക് മാറ്റണം എന്ന് മാത്രം. ഇപ്പം നമ്മുടെ കഴിവൊക്കെ നമ്മൾ വികടത്തിലേക്കാണ് കാണിക്കുന്നത്. ചീത്ത പറയാൻ കഴിവ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാറ്റിനും നമ്മൾ കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ കഴിവ് ഇതിലേക്കൊന്ന് ഉപയോഗിച്ചാൽ മതി. തസ്മാൽ സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാം ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവന്നം. തസ്മാൽ അതുകൊണ്ട് സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ, നമ്മുടെ കൂടെ എപ്പോഴും എവിടെയും ആരുണ്ട്? ആരേ ഉള്ളൂ? ഭഗവാനെ ഉള്ളൂ. ഈ ബോധം നമ്മൾ ഉറപ്പിക്കണം. അതിനെന്ത് വേണം? ശ്രോതവ്യ, ആ ഭഗവാനെ ഉള്ളൂ എന്നത് നല്ലവണ്ണം കേട്ടുറപ്പിക്കണം. കീർത്തിതവ്യ, നാമം ജപിച്ച് ഉറപ്പിക്കണം. സ്മർത്തവ്യ, എപ്പോഴും ഓർമ്മിക്കണം. ഒന്ന് കേട്ടുറപ്പിക്കണം, ജപിച്ചുറപ്പിക്കണം, സ്മരിച്ചുറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജന്മം സഫലമായി. കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. പിന്നെ അവർക്ക് എവിടെയാ ദുഃഖവും തളർച്ചയും വിഷമങ്ങളൊക്കെ ഉള്ളത്? അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. അതിനെന്ത് വേണം? ഈ ശ്രോതവ്യ, കീർത്തിതവ്യ, സ്മർത്തവ്യ. അതെങ്ങനെയാ സാധിക്കുക? പിബന്തിയേ ഭഗവത ആത്മനസ്സദാം കഥാമൃതം ശ്രവണപുടേഷു സമൃതം പുരന്തി വിഷയ വിദൂഷിതാശയം പ്രജന്തി തച്ചരണ സരോരുഹാന്തികം. ഭാഗവതം ഉണ്ടല്ലോ പരീക്ഷത്തെ, 7 ദിവസം അങ്ങയുടെ കയ്യിൽ സമയമുണ്ടല്ലോ. ഈ ഭാഗവതം ശരിക്ക് കേൾക്കൂ. കഥാമൃതം ശ്രവണപുടേഷു സമൃതം. അങ്ങനെ കേട്ട് 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 ഭഗവാനിലേക്ക്, ഭഗവത ആത്മന സദാം, ഈ മനസ്സിനെ അതിലേക്ക് നയിക്കാം, ഭഗവാനിലേക്ക് നയിക്കാൻ അങ്ങേക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ശ്രീശുക ബ്രഹ്മർഷി ഉപസമരിപ്പിച്ചു. എന്നിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ഈ ലോകത്തിലുണ്ടല്ലോ എല്ലാവരുടെയും സംസ്കാരം ഒരുപോലെയല്ല, ഓരോരുത്തർക്കും പ്രയോറിറ്റി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഈ ഭാരതത്തിൽ അനവധി തരത്തിലുള്ള ഉപാസനകളും വന്നിരിക്കുന്നു. അനവധി തരത്തിലുള്ള ഉപാസനകൾ. ഭാരതീയരെ സംബന്ധിച്ച് എത്ര ദൈവങ്ങളാണ്? 33 ദൈവങ്ങളാണ്. ബ്രഹ്മവർച്ചസ്സകാമസ്തോ യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തോ പ്രജാകാമ പ്രജാപതിം. നിങ്ങൾക്ക് പാണ്ഡിത്യം വേണോ എങ്കിൽ നിങ്ങൾ ആരെ? ബ്രഹ്മണസ്പതിം. ആരെ ഉപാസിക്കണം? ബ്രഹ്മാവിനെ ഉപാസിക്കൂ എന്ന് പറയുന്നത്. ഇന്ദ്രമിന്ദ്രിയകാമസ്തോ, നിങ്ങൾക്ക് ഇന്ദ്രിയകാമം അനുഭവിക്കണമെന്നുണ്ടോ? എന്നാൽ പ്രജാകാമ പ്രജാപതി, ഇന്ദ്രനെ പൂജിക്കൂ. പ്രജാകാമനാണോ നിങ്ങൾ? കുട്ടികൾ ഉണ്ടാവണമെന്നുണ്ടോ? എന്നാൽ പ്രജാപതി ഇരിക്കുന്ന രക്ഷണയെ നിങ്ങൾ വിചാരിക്കൂ. ദേവിം മായാം തു ശ്രീകാമ, നിങ്ങൾക്ക് സ്ത്രീ വേണമെന്നുണ്ടോ എന്ന് വെച്ചാൽ സമ്പത്ത് വേണമെന്നുണ്ടോ? ദേവിയെ ഉപാസിക്കൂ. തേജസ് വേണമെന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഭാവസുവിനെ, അതായത് സൂര്യനെ പോലുള്ള ശക്തികളെ ഉപാസിക്കൂ. വസുകാമോ, നിങ്ങൾക്ക് വസുത്വം വേണമെന്നുണ്ടോ? വസൂൻ രുദ്രാൻ, അതായത് വീര്യം വേണമെന്നുണ്ടോ? രുദ്രാൻ തുടങ്ങിയിട്ടുള്ളവരെ. വീര്യകാമോ വീര്യവാൻ, വീര്യം വേണമെന്നുണ്ടോ? ശക്തി വേണമെന്നുണ്ടോ? അങ്ങനെയുള്ള ദൈവങ്ങളെ. ഇങ്ങനെ ആയുഷ് വേണമെന്നുണ്ടോ? അശ്വിനി ദേവന്മാരെ. പുഷ്ടി വേണമെന്നുണ്ടോ? അങ്ങനെയുള്ളവരെ.
ഭൂമിയെ നിങ്ങൾ കാമിക്കൂ. രൂപം സൗന്ദര്യം വേണമെന്നുണ്ടോ? ഗന്ധർവനെ. സ്ത്രീ അതായത് നല്ലൊരു ഭാര്യയെ വേണമെന്നുണ്ടോ? ഉർവശിയെ ഉപാസിക്കൂ. കേമായില്ലേ? ഇങ്ങനെയൊക്കെ ഓരോരോ ഉപാസനകൾ ഭാരതത്തിൽ വന്നു. ഇന്ന് നമ്മൾ ഈ രീതിയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇന്ന് നമുക്ക് വിദ്യ വേണോ? ഇൻസ്റ്റിറ്റ്യൂഷനെ ആരാധിക്കൂ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്. കാരണം അവിടെ പോയാൽ അത് സംഗതി കിട്ടും. അതുപോലെ നിങ്ങൾക്ക് കല്യാണം വേണോ? ആരെ ഉപാസിക്കണം? ബ്രോക്കറെ ഉപാസിക്കണം, അല്ലെങ്കിൽ നെറ്റിൽ പോകണം. അതൊക്കെ ഇന്ന് വഴിയുള്ളൂ. അപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഉപാസനകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട് വേണോ? ബാങ്കിനെ ഉപാസിക്കൂ, കാരണം ലോൺ തരണം അവര്. അല്ലെങ്കിൽ അതിന്റെ ആളുകളെ കോൺട്രാക്ടർമാരെ ഉപാസിക്കൂ. ഇങ്ങനെ നിങ്ങൾക്കൊരു കേസ് കൊടുക്കണമെന്നുണ്ടോ? ഏത് ദേവനെ ഉപാസിക്കണം? ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വക്കീലിനെ ഉപാസിക്കണം. ഇൻകം ടാക്സിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഉപാസിക്കണം. എന്ന് വെച്ചാൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ അതിൻ്റെതായിട്ടുള്ളൊരു ദേവതാസങ്കല്പം ഭാരതത്തിൽ വന്നിരുന്നു പറയാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും ആരെയാണ് ഉപാസിക്കേണ്ടത്? പറയണു 3-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അകാമ സർവകാമോ വാ മോക്ഷകാമുദാരധീ തീവ്രേണ ഭക്തിയോഗേന യതേത പുരുഷം പരം. അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധി. ഈ ലൗകിക കാമങ്ങളൊന്നും അല്ല എനിക്ക് വേണ്ടത്. ഈ ലൗകികങ്ങളായിട്ടുള്ള കാമങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വരും. ഞാൻ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ റിസൾട്ട് നിശ്ചയിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയല്ല. റിസൾട്ട് നിശ്ചയിക്കുന്നത് എൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ അർഹതയാണ്, ഞാൻ എത്ര അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ച് റിസൾട്ട് വരും. എന്നാൽ ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്? മോക്ഷകാമ. ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ, മോക്ഷകാമം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിന്റെ മോഹങ്ങളൊക്കെ വേർപ്പെടുത്തി എവിടെ എത്തിക്കണം? എവിടുന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അവിടെ എത്തിക്കുന്നതിനെ മോക്ഷകാമം. അങ്ങനെയുള്ള മോക്ഷകാമം അവരെന്ത് ചെയ്യണം? തീവ്രേണ ഭക്തിയോഗേന പുരുഷം പരം. ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം? മനസ്സിലാവില്ല ഇതൊക്കെ പറയുന്നത്? തീവ്രേണ എന്ന് പറഞ്ഞാൽ